സോൾ, ആത്മാവ് എന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒന്നാണ് എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ആത്മാവ് ശരീരത്തിൻ്റെ ഉള്ളിലാണോ അതോ ശരീരം ആത്മാവിൻ്റെ ഉള്ളിലാണോ? ആസ് പെർ പ്രാണിക് ഹീലിംഗ് നമ്മളുടെ ഫിസിക്കൽ ബോഡിയോട് ചേർന്നിട്ടുള്ള എനർജി ഫീൽഡിനെയാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഓറ എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഒരു വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള ഒരു എനർജറ്റിക്കൽ റിങ് അങ്ങനെയാണ് നമ്മളുടെ മൈൻഡിലേക്കൊക്കെ വരിക. പക്ഷേ നമ്മുടെ ബോഡിയോട് ചേർന്നിട്ടുള്ള എല്ലാ സൂക്ഷ്മ ശരീരത്തിനും വന്നിട്ട് ഓറ ഉണ്ട്. അപ്പോൾ ഓറയിലും വന്നിട്ട് ഡിഫറൻസിയേഷൻ ഉണ്ട്. നമുക്ക് എത്തറിക് ഓറയുണ്ട്, അതാണ് നമ്മളുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഓറ. അതേപോലെ ആസ്ട്രൽ ഓറ, മെൻ്റൽ ഓറ, സോൾ ഓറ, അങ്ങനെ അതിനും ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എനർജി ബോഡീസിൻ്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥകൾ, അതിൻ്റെ സിറ്റുവേഷൻ, അതിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ വന്നിട്ട് നമ്മുടെ ഫിസിക്കൽ ബോഡീനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ഇനി ആസ് പെർ പ്രാണിക് ഹീലിംഗ് നമ്മളുടെ ആൻഷ്യൻ തന്ത്രാസ് ഒക്കെ പറയുന്നത് നമ്മുടെ ബോഡി വന്നിട്ട് നമ്മളുടെ സോളിൻ്റെ ഉള്ളിലാണ്. സോൾ ഈസ് പ്രിഡോമിനൻ്റ്ലി ലൊക്കേറ്റഡ് ഇൻ ദ 12th ചക്ര. ഈ 12th ചക്രയിൽ നിന്ന് ഇറ്റ് റേഡിയേറ്റ്സ് ഔട്ട്വേർഡ്. അങ്ങനെ ഒരു സോൾ ഓറ ഫോം ആവുന്നു. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ബോഡി, എനർജി ബോഡി, ആസ്ട്രൽ ബോഡി, മെൻ്റൽ ബോഡി ഒക്കെ ഈ ഒരു ഇൻകാർണേറ്റ് ചെയ്ത സോളിൻ്റെ ഉള്ളിലാണ്. സോൾ ഓറ എന്നതിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ബോഡി നശിച്ചാലും ഈ എനർജറ്റിക്കൽ ബോഡീസിനൊന്നും ഡെത്ത് ഇല്ല. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് എന്നാണല്ലോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബോഡീൻ്റെ ഉള്ളിലാണോ സോളിൻ്റെ ഉള്ളിലാണോ ബോഡി? കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.